നമസ്കാരം. ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ പ്രധാനപ്പെട്ട സന്ദേശം പൂർണ്ണമായിട്ടും കാണുവാനായി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ നിങ്ങളുടെ ജീവിതവുമായി മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നോക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം ഹ്രീം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ന്യായം ലഭിക്കാൻ പോവുകയാണ് എന്നും പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം അത് ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ അവിടെ പല അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ ആ സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നേറി കടന്നു വരും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ വളരെയധികം പ്രാർത്ഥിക്കുന്നത്, ഏതൊരു കാര്യം സംഭവിക്കാനാണ് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ് പോയവരൊക്കെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും സംശയം വേണ്ട എന്നും ഭഗവാൻ പരാമർശിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളിലേക്ക് അഥവാ ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ. ധനലാഭത്തിനായി നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും പരാജയങ്ങളാകാം. നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത് അപ്രകാരമാണ് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ സാമ്പത്തികപരമായി പുതിയൊരു തുടക്കത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള പോസിറ്റീവായുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്, അഥവാ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളും പണം കൂടുതലായി ചെലവഴിക്കുന്ന വ്യക്തികളാകാം. ഒരുപക്ഷെ പല മാർഗങ്ങളിൽ കൂടിയും പണം നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുമുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ അമിതമായ ചെലവ് മൂലം പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാകില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് പണം സമ്പാദിക്കണം എന്നൊരു ചിന്ത വന്ന് തുടങ്ങുകയാണ്. അമിത ചെലവുകൾ എല്ലാം മാറ്റി സമ്പാദ്യശീലം നിങ്ങളിൽ ഉണ്ടാകണം, അത്തരത്തിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ നിങ്ങളിൽ ചില വ്യക്തികളിൽ, അതായത് നിങ്ങളിൽ തന്നെയുള്ള ചില വ്യക്തികളിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ ഒരു ഒറ്റപ്പെടലാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതുമാകാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും സ്നേഹം, പരിഗണന ലഭിക്കാത്തതായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളെ
വേണ്ട വിധം പരിഗണിക്കാത്തതിലുള്ള ഒരു വിഷമം നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ ചില വ്യക്തികളിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശം മുൻപ് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളിലുള്ള നെഗറ്റീവായ പല ചിന്തകളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ക്രമേണ നിങ്ങൾക്കതിന് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോവുകയാണ് എന്നും, അപ്പോൾ തീർച്ചയായും ഇപ്പോഴുള്ള ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നും കാണുന്നതാകുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഒറ്റപ്പെട്ടു പോയി എന്ന അനാവശ്യമായുള്ള ഒരു തോന്നലിലായിരിക്കാം എന്നും കാണുന്നു. ഏവരുമല്ല, ചിലർ അപ്രകാരമാകുന്നു. നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പരിഗണിക്കുന്ന ധാരാളം വ്യക്തികൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് അവയൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാകില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ച് കൂട്ടുന്നതാകാം ചില കാര്യങ്ങൾ. അതിനാൽ വീണ്ടും പുനർചിന്തനം നടത്തുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് ചിലർക്ക് ബോധ്യപ്പെടുന്നതാകുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ അത് മിഥ്യയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏവർക്കുമല്ല, നിങ്ങളിലുള്ള ചിലർക്ക്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നും മാറ്റം കടന്നു വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും മറ്റുള്ള വ്യക്തികളുടെ നിയന്ത്രണത്തിലാകാം. അത്തരത്തിലായിരിക്കാം നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാകാം നിങ്ങൾ നീങ്ങുന്നത്. ഇവരെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവരുടെ അനുവാദത്തോടെ തന്നെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഭാഗ്യം, ഈശ്വരാനുഗ്രഹമൊക്കെ വർദ്ധിച്ച് വരികയാണ് എന്നും, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭ സൂചനകൾ, ശുഭവാർത്തകളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് എന്നും കാണുവാൻ സാധിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പല അവസരങ്ങളെയും നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അത് വിട്ടുകളയരുത് എന്നാണ് ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സൂചന. നിങ്ങൾ അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലവിധ തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു എന്ന് കാണുന്നു. അവ ശരിയായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം കൂടിയാകുന്നു. അതായത് അവയുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള ധാരണ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് നല്ലത് അല്ലെങ്കിൽ തെറ്റ് എന്ന് അറിയാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതാകുന്നു.
ഇപ്പോൾ ജോലിയിലാണ് എങ്കിലും, വിവാഹമാണ് എങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്നതായാലും അവിടെ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ, അവസരങ്ങളൊക്കെ വന്ന് ചേർന്നേക്കാവുന്നതുമാണ്. അപ്പോൾ അതിൽ നിന്നും മികച്ചത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ വന്ന് ചേരാവുന്നതുമാണ്. ശരിയായിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആ ഒരു തിരഞ്ഞെടുപ്പ് ഒരിക്കലും നിങ്ങൾക്ക് മോശമാവില്ല എന്നും അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം വരുന്നതായ കാര്യങ്ങളായി മാറും. അതുപോലെ തന്നെ ജീവിതത്തിൽ പല വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറി വന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പല അവസരങ്ങളിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളിലെ ഈശ്വര വിശ്വാസം അത്രത്തോളമാണ്. ഈശ്വരനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാകുന്നു. ഇനി മുന്നോട്ടും ആ ഒരു അനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിച്ച് വരികയാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പല അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നും കാണുന്നു. അത്തരത്തിലുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഭഗവാനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതായ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരണം എന്നും ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക.